മൂന്നാം ബലാത്സംഗ കേസിൽ പാലക്കാട് എംഎൽഎക്ക് ജാമ്യം. റിമാൻഡിലായി 18ാം ദിവസമാണ് തിരുവല്ല സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം നൽകിയത്. നേരത്തെ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചിരുന്നത്. ജനുവരി 11 ഞായറാഴ്ച രാത്രി 12:30യോടെയാണ് പാലക്കാട്ട് നിന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. തിരുവല്ലയിലെ സംഭവം നടന്ന ഹോട്ടലിലെത്തിച്ചാണ് തെളിവെടുത്തത്. ഇനി കസ്റ്റഡിയിൽ വേണ്ടെന്ന് പോലീസ് പറഞ്ഞതും ജാമ്യം ലഭിക്കാൻ കാരണമായി. 14 ദിവസത്തെ റിമാൻഡ് കാലാവധി കഴിഞ്ഞതും ജാമ്യത്തിന് അനുകൂലമായി. കഴിഞ്ഞ ദിവസം വിധി പറയാനിരുന്നെങ്കിലും തെളിവുകൾക്കായി കോടതി വിധി നീട്ടിവെക്കുകയായിരുന്നു. സാങ്കേതിക നടപടിക്രമം പൂർത്തിയാക്കിയ ശേഷമാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. യുവതിയുടെ പരാതിയിൽ ഡിജിറ്റൽ ഒപ്പ് നിലനിൽക്കില്ലെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ വാദിച്ചത്. എന്നാൽ കോടതി ഇത് പരിഗണിച്ചില്ല. ലാപ്ടോപ്പ് അടക്കം പോലീസ് പിടിച്ചെടുത്തെങ്കിലും അവയുടെ പാസ്വേഡ് രാഹുൽ നൽകിയില്ലെന്ന് പോലീസ് പറഞ്ഞിരുന്നു. പിടിച്ചെടുത്ത 2 മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പേഴ്സണൽ ലാപ്ടോപ്പ് ഇല്ലെന്നാണ് രാഹുൽ പറയുന്നത്. നേരത്തെ 2 പീഡന കേസുകളിലും ജാമ്യം ലഭിച്ചെങ്കിലും തിരുവല്ലയിലെ വിദേശത്ത് താമസിക്കുന്ന യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റും റിമാൻഡും ലഭിച്ചത്. പാലക്കാട്ട് നിന്ന് മൊബൈൽ പോലീസ് കണ്ടെടുത്തെങ്കിലും അതിൽ നിന്ന് ഇനിയും തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. പോലീസ് ഇതുവരെയും മതിയായ തെളിവുകൾ ശേഖരിച്ചില്ലെന്ന പരാതിയുമുണ്ട്. നേരത്തെ 2 കേസുകളിൽ രാഹുൽ 1 മാസത്തോളം ഒളിവിൽ പോയിരുന്നു. രാഹുൽ VR എന്ന പേരിലാണ് MLA തിരുവല്ലയിലെ ഹോട്ടലിൽ മുറിയെടുത്ത് യുവതിയെ പീഡിപ്പിച്ചതെന്നാണ് പരാതി. പണമിടപാട് നടത്തിയതായും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. നിയമസഭ നടക്കുന്ന സമയമായതിനാൽ MLA സഭയിലെത്തുമോ എന്ന അഭ്യൂഹം നിലനിൽക്കുകയാണ്. നാളെയാണ് സംസ്ഥാന സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് അവതരണം. UTV ന്യൂസ്, പാലക്കാട്.